ഹലോ എവരിവൺ, എല്ലാവർക്കും ടോസ് അക്കാഡമി കേട്ടറ്റ് ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ടോസ് അക്കാഡമി കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, LPUP, CTET, PSC തുടങ്ങിയ നിരവധിയായ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കുള്ള കോച്ചിംഗ് നൽകി വരുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 അക്കാഡമിയാണ്. നിരവധി ഉദ്യോഗാർത്ഥികളെ മികച്ച രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ടോസ് അക്കാഡമിയുടെ പങ്ക് വളരെ വലുതാണ്. സ്റ്റഡി ടൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. കാരണം നമുക്ക് യാത്രകളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേട്ടറ്റ് പരീക്ഷ ഇത്രയും അടുത്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റഡി ടൂർ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ ഡെക്കറേഷൻ ഒന്നും വെക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. 2022-23 വർഷത്തെ കേട്ടറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയുള്ളൊരു സ്റ്റഡി ടൂർ തന്നെയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ റിപ്പീറ്റഡ് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ടാവും. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ ചോദ്യങ്ങളിലേക്ക് പോകാം. വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. രാംചന്ദ്രിക കെ രചനാകാർ കോൻ ഹെ? ഓപ്ഷനിലുള്ളത് തുളസീദാസ്, കേശവദാസ്, ബിഹാരി, ഭൂഷൺ എന്നിവയാണ്. രാംചന്ദ്രിക അല്ലെങ്കിൽ രാംചന്ദ്ര ചന്ദ്രിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൃതി ഹിന്ദി സാഹിത്യത്തിലെ രീതികാലീൻ പ്രസിദ്ധ കവി കേശവദാസ് രചിച്ച മഹാകാവ്യമാണ്. മഹാകാവ്യങ്ങൾ സർഗങ്ങളായിട്ടാണ് എഴുതുന്നത്. മഹാകാവ്യമായിട്ട് ഒരു രചനയെ പരിഗണിക്കണമെങ്കിൽ കുറഞ്ഞത് 8 സർഗങ്ങളെങ്കിലും ഉണ്ടാവണം. ഒരു മഹാകാവ്യത്തിൽ ശൃംഗാർ, ശാന്ത്, വീർ തുടങ്ങിയ ഏതെങ്കിലും ഒരു രസത്തിന് പ്രാധാന്യമുണ്ടാവും. കഠിൻ കാവ്യ കാ പ്രേത് എന്ന രാംചന്ദ്ര ശുക്ല വിശേഷിപ്പിച്ച സാഹിത്യകാരനാണ് കേശവദാസ്. അദ്ദേഹത്തെ ക്ലിഷ്ട കാവ്യ കാ പ്രേത്, ഹൃദയഹീൻ കവി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേശവദാസ് രചിച്ച രാംചന്ദ്രികയുടെ ഭാഷ സംസ്കൃത പ്രധാൻ ബ്രജഭാഷയാണ്. 1601 രാംചന്ദ്രിക രചിച്ചത്. രാമകഥയുടെ വർണ്ണനയാണ് ഈ ഒരു കൃതിയിലുള്ളത്. 49 സർഗങ്ങളായി വിഭജിച്ചിട്ടുള്ള ഈ ഒരു മഹാകാവ്യത്തിൽ മുഴുവൻ 1717 ഛന്ദാണുള്ളത്. സുമതി വിമതി സംവാദ്, രാവൺ ബാണാസുർ സംവാദ്, രാം പരശുറാം സംവാദ് തുടങ്ങി 9 സംവാദുകളാണ് ഈ ഒരു രചനയിലുള്ളത്. രാമഭക്തിയാണ് രാംചന്ദ്രികയുടെ വിഷയം. രീതിബദ്ധ കവിയായ കേശവദാസ് ഭക്തികാൽ ഔർ രീതികാൽ കെ സന്ധി സ്ഥൽ കെ കവി എന്നറിയപ്പെടുന്നു. കേശവദാസിൻ്റെ പ്രാമാണിക് ഗ്രന്ഥിൻ്റെ എണ്ണം 9 കവിപ്രിയ, രസികപ്രിയ, ഛന്ദ്മാല, രാംചന്ദ്രിക, നഖശിഖ്, രത്തൻ ഭാവനി, വിജ്ഞാൻ ഗീത, വീരസിംഗ് ദേവചരിത്, ജഹാംഗീർ ജസ്ചന്ദ്രിക എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം, അതായത് രാംചന്ദ്രിക കെ രചനാകാർ എന്നറിയപ്പെടുന്നത് കേശവദാസ് ആണ്. കേശവദാസിൻ്റെ രചനയാണ് രാംചന്ദ്രിക. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ചിലർക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കേശവദാസിൻ്റെ മഹാകാവ്യമായ രാംചന്ദ്രിക എന്ന രചനയുടെ പേരിനോട് സാദൃശ്യമുള്ള മറ്റൊരു രചന നമ്മുടെ ചോദ്യത്തിൻ്റെ ഓപ്ഷനിലുള്ള മറ്റൊരു കവിക്കുണ്ട്. മറ്റാരുമല്ല, ഗോസ്വാമി തുളസീദാസ് ആണത്. അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധ രചനയായ ശ്രീരാമചരിത മാനസ് എന്ന രചനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രാമായണ കഥയെ ആസ്പദമാക്കി രചിച്ച രാംചരിത മാനസ് 7 കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ദോഹ ചൗപ്പായി ശൈലിയിൽ അവധി ഭാഷയിലാണ് രാമചരിത മാനസ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കേശവദാസിൻ്റെ രാംചന്ദ്രികയും തുളസീദാസിൻ്റെ ശ്രീരാമചരിത മാനസും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതെ നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ്സിൻ്റെ ഉള്ളിൽ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: രാമചരിത മാനസ് മേം കിത്തനെ കാണ്ഡ് ഹെ? ഓപ്ഷനിലുള്ളത് 2, 4, 7, 9 എന്നിവയാണ്. ആൻസർ നമുക്കറിയാം. നമ്മൾ പറഞ്ഞിരുന്നു രാമചരിത മാനസ് 7 കാണ്ഡങ്ങളായാണ് തിരിച്ചിരുന്നതെന്ന്. ഇത്തരത്തിലൊരു ചോദ്യം വന്ന സ്ഥിതിക്ക് നമ്മൾ ആ 7 കാണ്ഡ് ഏതൊക്കെയാണ് എന്ന് നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം. ബാലകാണ്ഡ്, അയോധ്യാകാണ്ഡ്, അരണ്യകാണ്ഡ്, കിഷ്കിന്ധാകാണ്ഡ്, സുന്ദർകാണ്ഡ്, ലങ്കാകാണ്ഡ് അല്ലെങ്കിൽ യുദ്ധകാണ്ഡ് എന്നും ലങ്കാകാണ്ഡ് അറിയപ്പെടുന്നുണ്ട്.
അതുപോലെ ഉത്തർകാണ്ട് എന്നിവയാണ് 7 കാണ്ടുകൾ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഛന്ദുകളുടെ എണ്ണം അനുസരിച്ച് ബാലകാണ്ട്, കിഷ്കിന്ധാകാണ്ട് എന്നിവ യഥാക്രമം ഏറ്റവും വലിയതും ചെറിയതുമായിട്ടുള്ള കാണ്ഡങ്ങളായിട്ട് കണക്കാക്കുന്നു. അതായത് ഏറ്റവും വലിയ കാണ്ടാണ് ബാലകാണ്ട്, ഏറ്റവും ചെറിയ കാണ്ടാണ് കിഷ്കിന്ധാകാണ്ട്. ഈ ഒരു പോയിന്റും ചിലപ്പോൾ ചോദ്യമായിട്ട് വരാവുന്നതാണ്. തുളസീദാസിന്റെ രാംചരിതമാനസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: തുളസീദാസ് കെ രാംചരിതമാനസ് കാ തീസര കാണ്ട് കോൻസാ ഹെ? ഓപ്ഷനിലുള്ളത് ഉത്തർകാണ്ട്, ലങ്കാകാണ്ട്, അരണ്യകാണ്ട്, ബാലകാണ്ട് എന്നിങ്ങനെയാണ്. അപ്പോൾ പരസ്പരം കണക്ട് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കിയ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ശരിയുത്തരം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. തുളസീദാസിൻ്റെ രാമചരിതമാനസ് എന്ന മഹാകാവ്യത്തിൽ 3ാമത്തെ കാണ്ടായിട്ട് വരുന്നത് അരണ്യകാണ്ടാണ്. ബാലകാണ്ട്, അയോധ്യാകാണ്ട്, അതിനുശേഷം വരുന്ന അരണ്യകാണ്ട്, അതായത് 3ാമത്തെ കാണ്ടാണ് അരണ്യകാണ്ട്. ഇവിടെ കാണ്ട് എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൻ്റെ അധ്യായത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സർഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപവിഭാഗം തന്നെയാണ്. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. 7 കാണ്ഡങ്ങളായിട്ട് തിരിച്ച തുളസീദാസിൻ്റെ രാംചരിതമാനസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ജയശങ്കർ പ്രസാദിൻ്റെ കാമായിനി എന്ന രചനയെക്കുറിച്ച് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ജയശങ്കർ പ്രസാദ് കി രചന കാമായിനി കെ കിത്തനെ സർഗ് ഹെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു സർഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപവിഭാഗമാണെന്ന്. ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിലുള്ളത് 10, 12, 14, 15 എന്നിവയാണ്. ഹിന്ദി ഭാഷയിലെ ഒരു മഹാകാവ്യമാണ് ജയശങ്കർ പ്രസാദിൻ്റെ കാമായിനി. പ്രസാദ് ജിയുടെ അവസാനത്തെ കാവ്യരചനയായ ഈ മഹാകാവ്യം 1935 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ചിന്ത എന്ന സർഗിൽ തുടങ്ങി ആനന്ദ് വരെയുള്ള 15 സർഗങ്ങളായിട്ടാണ് ഈ മഹാകാവ്യത്തെ തിരിച്ചിട്ടുള്ളത്. നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം 15 എന്നുള്ളത് തന്നെയാണ്. അതായത് കാമായിനി എന്ന മഹാകാവ്യത്തിന് 15 സർഗുണ്ട്. ഇതിൽ ആദ്യത്തെ സർഗ്, അവസാനത്തെ സർഗ് എന്നിവയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 15 സർഗങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കി വെക്കണം നമ്മൾ. ചിന്ത, ആശ, ശ്രദ്ധ, കാം, വാസന, ലജ്ജ, കർമ്മ, ഈർഷ്യ, ഇട, സ്വപ്ന, സംഘർഷ്, നിർവേദ്, ദർശൻ, രഹസ്യ, ആനന്ദ് എന്നിവയാണ് കാമായനിയുടെ 15 സർഗങ്ങൾ. കാമായനിയിലെ കഥാപാത്രങ്ങളുടെ പ്രതീകാത്മകതയും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മനു, ശ്രദ്ധ, ഇട തുടങ്ങിയവരൊക്കെ കാമായനിയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഭാരതീയ സംവിധാൻ കി 8വീം അനുസൂചി മേം കിത്തനി ഭാഷായേം ഷാമിൽ ഹെ? ഓപ്ഷനിലുള്ളത് 12, 22, 2, 21 എന്നിവയാണ്. ഇവിടെ അഷ്ടം അനുസൂചി അല്ലെങ്കിൽ 8വീം അനുസൂചിയെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാവണം. എന്താണ് 8വീം അനുസൂചി എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഇന്ത്യയിലെ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 22 ഇന്ത്യൻ ഭാഷകൾ ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ 14 ഭാഷകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. അസമിയ, ബംഗള, ഗുജറാത്തി, ഹിന്ദി, കന്നഡ്, കശ്മീരി, മലയാളം, മറാഠി, ഉഡിയ, പഞ്ചാബി, സംസ്കൃത്, തമിഴ്, തെലുഗു, ഉറുദു എന്നിവയാണ് ആ 14 ഭാഷകൾ. 1967 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 15ാമത്തെ ഭാഷയായി സിന്ധി ഭാഷയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. 1992 71ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 16ാമത്തെ ഭാഷയായി കൊങ്കണിയും 17ാമത്തെ ഭാഷയായി മണിപ്പൂരിയും 18ാമത്തെ ഭാഷയായി നേപ്പാളി ഭാഷയും ഉൾപ്പെടുത്തി. 2003 92ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ 19ാമത്തെ ഭാഷയായി ബോഡോ ഭാഷയും 20ാമത്തെ ഭാഷയായി ഡോഗരി ഭാഷയും 21ാമത്തെ ഭാഷയായി മൈഥിലിയും 22ാമത്തെ ഭാഷയായി സന്താലി ഭാഷയും ഉൾപ്പെടുത്തി. 8വീം അനുസൂചിയിൽ 40 ഭാഷകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഭരണഘടനയുടെ അഷ്ടം സൂചി, അതായത് അനുച്ഛേദ 344(1)
351ലുമാണ് ഈ 22 ഭാഷകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഭാരതീയ സംവിധാൻ കി 8വീं അനുസൂചി മേം കിത്തനി ഭാഷയും ഷാമിൽ ഹേ എന്നുള്ളതായിരുന്നു. കറക്റ്റ് ആൻസർ 22 ആണ്. ഇനി മിക്കവാറും തന്നെ പല ചോദ്യപേപ്പറുകളിലും കാണുന്ന ഒരു ചോദ്യമാണ് കവികളുടെ വാസ്തവിക് നാം അല്ലെങ്കിൽ ഉപനാം എന്താണ് എന്ന്. അത്തരത്തിലുള്ള 2 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: സുദാമ പാണ്ഡേയ കിസ് കവി കാ വാസ്തവിക് നാം ഹെ? ഓപ്ഷനിലുള്ളത് പ്രസാദ്, പന്ത്, അഗേയ, ധൂമിൽ എന്നിവയാണ്. കൂടുതലും കവികൾ അല്ലെങ്കിൽ ലേഖകന്മാർ അവരുടെ ഉപനാം അതായത് അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. പ്രേംചന്ദിൻ്റെ അസലി നാം അതായത് യഥാർത്ഥ പേരെന്ന് പറയുന്നത് ധൻപത് റായ് എന്നാണ്. ബദരിനാരായൺ ചൗധരിയാണ് പ്രേംഖൻ എന്നറിയപ്പെടുന്നത്. വൈദ്യനാഥ് മിശ്രാണ് നാഗാർജുൻ. അതുപോലെ തന്നെ യാത്രി തുടങ്ങിയ ഉപനാമങ്ങളിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ചോദ്യത്തിലെ ഓപ്ഷനുകളിലുള്ള പ്രസാദ് അഥവാ ജയശങ്കർ പ്രസാദ്, പന്ത് അതായത് സുമിത്രാനന്ദൻ പന്ത്, അഗേയ അതായത് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗേയ, ധൂമിൽ അഥവാ സുദാമ പാണ്ഡേയ ധൂമിൽ എന്നിവരാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം സുദാമ പാണ്ഡേയ എന്നത് ധൂമിൽ എന്ന കവിയുടെ യഥാർത്ഥ പേരാണ് എന്നതാണ്. ഇതേ രീതിയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: നാഗാർജുൻ കാ അസലി നാം ക്യാ ഹെ? ഓപ്ഷനിലുള്ളത് അർജുൻ, വൈദ്യനാഥ് മിശ്ര, കമലേശ്വർ, കേദാർനാഥ് എന്നിവയാണ്. ശരിയായ ഉത്തരം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൈദ്യനാഥ് മിശ്രാണ് നാഗാർജുൻ എന്നറിയപ്പെടുന്നത്. യാത്രി കോൻ ഹെ എന്ന് ചോദിച്ചാലും നാഗാർജുൻ തന്നെയാണ് ഉത്തരം. ഇതും മുൻപ് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. യാത്രി കോൻ ഹെ. അപ്പോൾ ശരി ഉത്തരം നാഗാർജുൻ തന്നെയാണ്. അല്ലെങ്കിൽ വൈദ്യനാഥ് മിശ്ര എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വൈദ്യനാഥ് മിശ്രാണ് ശരിയായ ഉത്തരം വരുന്നത്. ഇനി അധികം ചോദിച്ചിട്ടില്ലാത്തതും എന്നാൽ മുൻപ് 2 വർഷങ്ങളിലായി കടന്നു വന്നിട്ടുള്ളതുമായ ഒരു ഏരിയയാണ് സ്റ്റേറ്റ് സിലബസ് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ. ഒരു ചോദ്യം നമുക്ക് നോക്കാം. കേരൾ की 10वीं कक्षा की पाठ्य पुस्तक में संग्रहित अयाम कलाम के बहाने किस विधा की रचना है? ഓപ്ഷനുള്ളത് പട്ടുകഥ, നാടക്, ഫിൽമി ലേഖ്, ആത്മകഥ എന്നിവയാണ്. ഇതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടാവണം. 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ പ്രഭാതിൻ്റെ കഹാനിയായ ബീർബഹൂട്ടി, നരേഷ് സക്സേനയുടെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന ടിപ്പണി, ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന കവിത, മന്നു ഭണ്ഡാരിയുടെ നോവലായ ബണ്ടിയുടെ കുറച്ച് ഭാഗം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2ാമത്തെ യൂണിറ്റിൽ മിഹിറിൻ്റെ ഫിൽമി ലേഖായ അയാം കലാം കെ ബഹാനെ, ഗീത് ചതുർവേദിയുടെ ജീവനിയുടെ കുറച്ചംശം, അതിൻ്റെ പേര് സബ്സെ ബഡാ ഷോമാൻ എന്നാണ്. അതുപോലെ തന്നെ ഗുൽസാറിൻ്റെ ഫിൽമി ഗീതായ നീലി ആസ്മാനി ഛത്തരി എന്നിവ വരുന്നു. 3ാമത്തെ യൂണിറ്റിൽ നാഗാർജുൻ്റെ കവിത അകാൽ ഔർ ഉസ്കെ ബാദ്, പ്രേംചന്ദിൻ്റെ കഹാനി ഠാക്കൂർ കാ കുആ, അനന്ത് ഗംഗോലയുടെ കഹാനി ഏക് ഥാൽ ചാന്ദ് ഭര എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4ാമത്തെ യൂണിറ്റിൽ മുകേഷ് നൗട്ടിയാലിൻ്റെ ലേഖ് ബസന്ത് മേരെ ഗാവ് കാ, മോഹൻ രാഗേഷിൻ്റെ യാത്രാവൃത്ത് ദിശാഹീൻ ദിശ, തേസി ഗ്രോവറിൻ്റെ കവിത ജഗഹോങ്കെ നാം, രാജേഷ് ജോഷിയുടെ കവിത ബച്ചെ കാം പർ ജാ രഹേ ഹേ, കനക ശശിയുടെ കഹാനി ഗുട്ടലി തോ പരായി ഹേ, കമല ഭസീൻ്റെ കവിത തും ലഡ്കി ഹോ തുമേം ക്യോം പഠനാ ഹേ എന്നിവയാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മിഹിറിൻ്റെ ഫിൽമി ലേഖാണ് അയാം കലാം കെ ബഹാനെ എന്നുള്ളത്. നമ്മുടെ ചോദ്യത്തിലെ ശരിയായ ഉത്തരം ഫിൽമി ലേഖ് എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ മോഹൻ രാഗേഷിൻ്റെ യാത്രാവൃത്തായ ദിശാഹീൻ ദിശ എന്ന രചനയും കഴിഞ്ഞ വർഷം കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: കേരൾ की 10वीं कक्षा की हिंदी पाठ्यपुस्तक में संग्रहित മോഹൻ രാഗേഷ് की रचना ദിശാഹീൻ ദിശ कौन सी विधा है? ഓപ്ഷനിലുള്ളത് നാടക്, കഹാനി, ജീവനി, യാത്രാവൃത്ത് എന്നിവയായിരുന്നു. ഇവിടെയും വിധയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം നമുക്കറിയാം, മോഹൻ രാഗേഷിൻ്റെ യാത്രാവൃത്താണ് ദിശാഹീൻ ദിശ. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒരു വായനയും നമ്മുടെ പരീക്ഷയുടെ മാർക്കിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കേട്ടിട്ട് പാസ്സായി അധ്യാപകരാവേണ്ടവരാണ് എന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ്.
അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പെഡഗോജി ഏരിയയിൽ നിന്നുമുള്ള 1-2 ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ശിക്ഷൺ സൂത്ര കി ദൃഷ്ടി സെ സഹി കോൻസാ ഹെ? ഓപ്ഷനിലുള്ളത് കഠിൻ സെ സരൽ കി ഓർ, അൻശ് സെ പൂർണ്ണ കി ഓർ, നിശ്ചിത് സെ അനിശ്ചിത് കി ഓർ, സ്ഥൂൽ സെ സൂക്ഷ്മ കി ഓർ. ഈ ചോദ്യത്തിൽ ശിക്ഷൺ സൂത്രനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസിദ്ധ ശിക്ഷാശാസ്ത്രിയായ ഹെർബർട്ട് സ്പെൻസറാണ് ശിക്ഷൺ സൂത്രന്റെ ഉപജ്ഞാതാവ്. ഭാഷാ ശിക്ഷണിൽ പ്രയോഗിക്കുന്ന പ്രധാന ശിക്ഷൺ സൂത്രകൾ സ്ഥൂല് സെ സൂക്ഷ്മ കി ഓർ അല്ലെങ്കിൽ മൂർത്ത സെ അമൂർത്ത കി ഓർ, ജ്ഞാത് സെ അജ്ഞാത് കി ഓർ, പൂർണ്ണ സെ അൻഷ് കി ഓർ, പ്രകൃതി അഥവാ സ്വഭാവ കാ അനുസരൺ, सरल से कठिन की ओर, विश्लेषण से संश्लेषण की ओर, मनोवैज्ञानिकता से तार्किकता की ओर, विशेष से सामान्य की ओर, अनिश्चित से निश्चित की ओर എന്നിവയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലെ സ്ഥൂൽ സെ സൂക്ഷ്മ കി ഓർ എന്നതാണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തേത് കഠിൻ സെ സരൾ കി ഓർ എന്നല്ല, സരൾ സെ കഠിൻ കി ഓർ എന്നാണ്. അംശ സെ പൂർണ്ണ കി ഓർ എന്നല്ല, പൂർണ്ണ സെ അംശ കി ഓർ എന്നാണ്. നിശ്ചിത് സെ അനിശ്ചിത് കി ഓർ എന്നല്ല, അനിശ്ചിത് സെ നിശ്ചിത് കി ഓർ എന്നാണ്. സ്ഥൂല സെ സൂക്ഷ്മ കി ഓർ എന്ന ശിക്ഷൺ സൂത്ര മൂർത്ത സെ അമൂർത്ത കി ഓർ എന്നും അറിയപ്പെടുന്നു. പഠന സമയത്ത് കുട്ടികളെ മോഡൽ, ചാർട്ട് തുടങ്ങിയവ കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ഈ രീതിയിലൂടെ സാധിക്കും. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. छात्रों के सतत एवं समग्र आकलन के परिणाम को दर्जा करने के लिए शिक्षा विभाग केरल द्वारा संचालित डिजिटल प्लेटफॉर्म कौन सा है? ഓപ്ഷനിലുള്ളത് സഹിതം, സമേതം, സമ്പൂർണ്ണ, സമഗ്ര എന്നിവയാണ്. ഇവയൊക്കെ എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെന്റർമാരാക്കി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സഹിതം പദ്ധതി. ഓരോ അധ്യാപകനും 30 വിദ്യാർത്ഥികളുടെ മെന്ററായിട്ട് മാറും. 1 മുതൽ 7 വരെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ മറികടക്കാൻ സഹായിക്കുകയും സവിശേഷ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയുമാണ് പ്രധാന ചുമതല. SCERT പരീക്ഷണാർത്ഥം ഏതാനും സ്കൂളുകളിൽ നടപ്പിലാക്കിയ പദ്ധതിയിൽ ഭേദഗതികൾക്ക് ശേഷം പുതിയ മാർഗരേഖയായി വന്നിട്ടുണ്ട്. ലോക്ക്ഡൗൺ മൂലം വീടുകളിൽ തന്നെ കഴിയുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. വീടുകളിൽ പോയി കുടുംബ സാഹചര്യങ്ങൾ കൂടി പഠിച്ച് ഓരോ വിദ്യാർത്ഥിയുടെയും ഡിജിറ്റൽ വ്യക്തി വിവരരേഖ തയ്യാറാക്കി കൈറ്റ് വെബ്സൈറ്റിലെ സഹിതം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഇത് അതത് സമയങ്ങളിൽ പുതുക്കി കുട്ടികളുടെ സമഗ്ര വ്യക്തി വികസന രേഖയാക്കി മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ പെരുമാറ്റ വൈകല്യങ്ങൾ, ദുശ്ശീലങ്ങൾ എന്നിവയൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ അധ്യാപകർ നേതൃത്വം നൽകണം. ആവശ്യമെങ്കിൽ വിദഗ്ധമായിട്ടുള്ള സഹായവും ലഭ്യമാക്കി കൊടുക്കണം. ക്ലാസ് മുറിക്ക് പുറത്ത് കുട്ടികളുമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കാൻ യാത്രകളും പാഠ്യേതര പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കണം. ജില്ലാതലത്തിൽ DDEമാരുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് സമിതി ഉണ്ടാകും. എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉദ്യോഗസ്ഥനെ വീതം ചുമതലപ്പെടുത്തും. ആഴ്ചയിലൊരിക്കൽ ഇവർ സ്കൂളുകൾ സന്ദർശിച്ച് പദ്ധതി പുരോഗതി വിലയിരുത്തണം എന്നിവയായിരുന്നു സഹിതം പദ്ധതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. കേരളത്തിലെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്കൂളുകളുടെ അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചർ വിശദാംശങ്ങളുടെ ആധികാരിക വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള കൈറ്റിൽ നിന്നുള്ള ഒരു സംരംഭമാണ് സമേതം. അക്കാദമിക് അഡ്മിനിസ്ട്രേഷനും മോണിറ്ററിങ്ങിനും അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ് സമഗ്ര റിസോഴ്സ് പോർട്ടൽ. സമ്പൂർണ്ണ എന്ന് പറയുന്നത് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഗവേണൻസ് സംരംഭങ്ങളുടെ ഭാഗമായിട്ട് 2010 കൈറ്റാണ് ഇത് പുറത്തിറക്കിയത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം സമഗ്രയാണ്. അക്കാഡമിക് അഡ്മിനിസ്ട്രേഷനും മോണിറ്ററിങ്ങിനുമൊക്കെയുള്ള ഒരു റിസോഴ്സ് പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത്. സമഗ്രയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. 2022-23 വർഷത്തെ കേട്ടറ്റ് പരീക്ഷയുടെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമ്മളിന്ന് കടന്നുപോയി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.